ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ അടുത്തുള്ള കുറച്ച് റോസ് നിങ്ങളെ കാണിക്കുക, അതിൻ്റെ പരിചരണം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് അധികം റോസ് ഉണ്ട്, കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് കൊല കുത്തിയാണ് കേട്ടോ പൂക്കൾ തരുന്നത്. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും, ഒരു കൊലയിൽ തന്നെ 4-5 ഫ്ലവറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ഒരുപാട് റോസ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെ വീട് റോഡിൻ്റെ പക്കത്താണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ ചോദിക്കും, എങ്ങനെയാണ് ഇത്ര റോസ് വിരിഞ്ഞിരിക്കുന്നത്? നമ്മൾ ഈ വാങ്ങുമ്പോഴല്ലേ ഇത്രയും ഉണ്ടാവുള്ളൂ, പിന്നീടൊക്കെ കൊഴിഞ്ഞു പോലല്ലേ, പക്ഷെ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സീക്രട്ട് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടോ. ഒരു സീക്രട്ടൊന്നുമല്ല, ഒരുപാട് സീക്രട്ടുകളുണ്ട്. അപ്പം ഞാൻ ഇതിമ്മക്കിപ്പോൾ വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുറച്ചൊരു ഇത് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഈ റോസ് ചെടിക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല അടിപൊളിയായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. നല്ല ഹാർഡ് പ്രൂണിങ് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ റോസ് ചെടി. പിന്നെ എൽപ്പൊടിയൊക്കെയാണ് നമ്മൾ വളമായിട്ട് ചേർത്ത് കൊടുക്കുക. എൽപ്പൊടി, വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ചാണകം, ഇതൊക്കെ ഒരു സ്ലറി ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നല്ലപോലെ പൂത്ത് നിൽക്കും. പക്ഷേ ഇതിലേറെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം കുറവായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല ഈ ഒരു പൂക്കളൊക്കെ ഏകദേശം കരിഞ്ഞുണങ്ങാറായിട്ടുണ്ട്. അപ്പം ഞാൻ ആ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഹാർഡ് പ്രൂണിങ്ങും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പം ഞാൻ ഈ ചട്ടിയുടെ മരട്ടിലുള്ള ഈ ഒരു കമ്പുകളൊക്കെ ഞാൻ വേറെ റോസ് ചെടിയൊക്കെ ഹാർഡ് പ്രൂൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അതൊന്ന് തൈയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, നമ്മളെ ഈ വാങ്ങുന്ന ഈ ഒട്ട് റോസ് ഉണ്ടല്ലോ, ബഡ് റോസ്, അത് തൈ ഉണ്ടാവാറില്ല. ഇനി എനിക്ക് മാത്രമാണോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനത് ഇത്ര ശ്രമിച്ചിട്ടും എനിക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. ഈ റോസൊക്കെ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, പൂക്കളൊക്കെ. അപ്പോൾ അതാ നമ്മുടെ മുട്ടത്തോട്, ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫെർട്ടിലൈസർ കേട്ടോ. അപ്പോൾ മുട്ടത്തോട് ഒരുപാട് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കളക്ട് ചെയ്തുകൊണ്ടല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഏതൊരു ചെടി, 10 മണി മുല്ലയൊക്കെ അല്ലേ നമ്മളെ അടുത്തുള്ള, അതിനൊക്കെ ഞാൻ ഇതന്നെ യൂസ് ചെയ്യൽ കേട്ടോ. നമ്മൾ നടുമ്പോൾ തന്നെ ഈ ഒരു മുട്ടത്തോടിൻ്റെ ഈ മിക്സ് നമ്മൾ ചെടി നടുമ്പോൾ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നീട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതിങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. കാരണം നമ്മളിത് അതുപോലെ ഇട്ട് കൊടുത്താൽ ഇത് നമ്മൾ മണ്ണിൽ കലിയാൻ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പം മിക്സിയിൽ പൊടിച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. സിമ്പിളാണ്. നമ്മളിത് പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേടുകൂടാതിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇതങ്ങനെ കേടൊന്നും വരില്ല, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചെടിക്കൊക്കെ എപ്പോഴും ഇട്ട് കൊടുക്കാൻ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ വാരി വെതറി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതുപോലെ അങ്ങോട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ എത്ര ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏറ്റവും നല്ല നമ്മൾ റോസ് ചെടിക്ക് ഒരുപാട് ഫ്ലവറിങ്ങിനും വളർച്ചയ്ക്ക് എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു വളം ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് വെച്ചാൽ, നമ്മൾ ഈ റോസ് ചെടീൻ്റെ അടിഭാഗമൊക്കെ ഉണ്ടല്ലോ, മുകൾ ഭാഗം, അവിടെയൊക്കെ നല്ലപോലെ ഒരു കമ്പോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കളച്ചു കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ മുറ്റത്ത് കണ്ടില്ലെങ്കിൽ അതൊക്കെ ഞാൻ വെട്ടിയിട്ടതാണ് കേട്ടോ നല്ല പോലെ. കാരണം ഇതിന് വേറൊരു അസുഖം വന്നിട്ടുണ്ട് നമ്മളെ ചെടിക്ക്. ട്രിപ്പിൾ പറഞ്ഞിട്ടുള്ളൊരു രോഗമാണ് കേട്ടോ വന്നത്. അപ്പം ഞാൻ അതിന് വേറൊരു സംഭവം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഈ ഒരു മുട്ടത്തോടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മേൽമണ്ണൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ മുട്ടത്തോടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്ന വേറൊരു വളം എൽപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുരട്ടിടരുത്, ഇങ്ങനെ അരികിലായിട്ട് ഇങ്ങനെ ചുറ്റും റൗണ്ടിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും ഇടേണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ചെടിക്കൊക്കെ നല്ലൊരു എയർ സർക്കുലേഷനും ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ലൊരു ഗ്രോയിങ്ങിനും പൂക്കളൊക്കെ ഒരുപാട് തരാനൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള, നമുക്ക് ക്യാഷൊന്നും ചിലവില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഈ മുട്ടത്തോട് പറഞ്ഞ സംഭവം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ നല്ല ഹാർഡ് പ്രൂണിങ് തന്നെ ചെയ്യുന്നത്, റോസ് ചെടിക്ക് എപ്പോഴും നല്ലപോലെ പ്രൂൺ ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പം നമ്മൾ നല്ലപോലെ ഹാർഡ് പ്രൂണിങ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സോഫ്റ്റ് പ്രൂണിങ് ആണെങ്കിൽ നമ്മൾ പൂക്കളുടെ ഒരു ഇല അടിയിൽ വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ ഇതുപോലെ എന്ത് വളം ചെയ്താലും നമ്മൾ ഉടനെ തന്നെ നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് റോസ് ചെടിയൊക്കെ എന്നും നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ പൊതുവേ നല്ല വെയിലാണ്, ഞങ്ങളിവിടെ പൊതുവേ ഒരു അധികം വെയിലുണ്ട് കേട്ടോ. അപ്പം വെയിലും നല്ലോണം വേണ്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ റോസ് ചെടി.
അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇതിനെ നോക്കാനൊന്ന് രേഷം ഒന്ന് വിട്ടു പോയപ്പോൾ ഇതിന് നമ്മുടെ ചെടി മൊത്തം ട്രിപ്പിളിൻ്റെ ശല്യം വന്നിട്ടുണ്ട്. അതിന് ഞാൻ പിന്നെ നമ്മൾ ഈസാഫ് എന്ന സംഭവം ഉണ്ടല്ലോ അതും പിന്നെ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. വേറൊരു സംഭവം കൂടിയുണ്ട്. പിന്നെ ഈ ഒരു പിന്നെ കമ്പ് എന്താ വെച്ചാൽ നമ്മൾ പിന്നെ കാട്ട് റോസിൻ്റെ കമ്പാണ് കേട്ടോ. അത് അടിയിൽ നിന്നാണ് വരിക. അത് ഞാൻ പെട്ടെന്ന് വെട്ടിക്കൊടുക്കും കേട്ടോ. അതുണ്ടായാൽ നമ്മളെ റോസൊക്കെ മുരടിച്ച് പോകും. നമ്മൾ ആ ബഡിൻ്റെ തയ്യാണ് കേട്ടോ, അല്ല ബഡിൻ്റെ കമ്പാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ അടിയിൽ നിന്ന് വരുന്ന അതൊക്കെ നമ്മൾ വെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ മുട്ടത്തോടിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ സാഫ് എന്ന് പറഞ്ഞിട്ട് വെള്ളമാണ് കേട്ടോ തെളിച്ചു കൊടുക്കുന്നത്. പ്രൂണിങ്ങൊക്കെ നല്ല പോലെ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വെള്ളം തെളിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ അത് രോഗാണുക്കളിൽ നിന്നൊക്കെ വിമുക്തമാവാനും ചെടിക്ക് നല്ല ഹെൽത്തിനും വേണ്ടിയിട്ടാണ്. മുരട്ടിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക്